നമസ്കാരം. കേരളത്തിലെ വാസ്തുകലാ രംഗത്തെ വളർച്ചകൾ അടയാളപ്പെടുത്തുന്ന വാസ്തു പരമ്പരയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചി നഗരത്തിൽ കടവന്തറയിലുള്ള ടാഗോർ നഗർ റെസിഡൻഷ്യൽ കോളനിയിലെ 42-ാം നമ്പർ വീടാണ് ഇത്. ഭുവൻ. കേരളത്തിന്റെ പാരമ്പര്യ വാസ്തുകലയോട് ഏറെ സാധർമ്യമുള്ള എക്സ്റ്റീരിയർ ഫീച്ചറുകളോട് കൂടിയ ഒരു വീട്. 21 സെന്റുള്ള പ്ലോട്ടിൽ മനോഹരമായ ഗാർഡന്റെ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ നിർമ്മാണം. വലിപ്പം 7000 സ്ക്വയർ ഫീറ്റ്. അധികം ആർഭാടങ്ങളൊന്നുമില്ലാത്ത എലിവേഷൻ ഡിസൈനാണ് ഈ വീടിന്. ഇരുനില സ്ട്രക്ചർ, ടെറാക്കോട്ട ടൈലുകൾ കൊണ്ടുള്ള സ്ലോപ്പിംഗ് റൂഫ്, വീടിന്റെ മുന്നിലായി പ്രൊജക്ട് ചെയ്തു നിൽക്കുന്ന കാർ പോർച്ച്, എൽ ഷേപ്പിലുള്ള ഒരു മുൻ വരാന്ത, അതിനോട് ചേർന്നുള്ള ഏതാനും പില്ലറുകൾ, അലങ്കാരവേലകൾ അധികമൊന്നുമില്ലാത്ത ജാലകങ്ങൾ, ഇങ്ങനെ വളരെ ലാളിത്യമാർന്ന ഒരു ഗൃഹനിർമ്മിതി. എന്നാൽ ഗൃഹനിർമ്മാണത്തിൽ ഡിജിറ്റൽ ടെക്നോളജി സമർത്ഥമായി ഉപയോഗിച്ച ഒരു വീട് കൂടിയാണിത്. ഓട്ടോമാറ്റിക് ഓപ്പൺ ഗേറ്റ്, ബർഗ്ലർ അലാം, വീഡിയോ ഡോർ ഫോൺ, ബയോമെട്രിക് ആക്സസ് സംവിധാനത്തോടു കൂടിയ ഡോറുകൾ, സെൻസറുകൾ ഘടിപ്പിച്ച ജനാലകൾ, ഇങ്ങനെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ഒരു ഹൈടെക് വില്ല. കേരളത്തിലെ പ്രമുഖ ബിൽഡർ ഗ്രൂപ്പുകളിലൊന്നായ അസറ്റ് ഹോംസിന്റെ ഡയറക്ടർ ശ്രീ വി സുനിൽകുമാറിന്റെയും ഭാര്യ ജയലതയുടെയും വീടാണ് ഇത്. കേരളത്തിന്റെ പാരമ്പര്യ വാസ്തുകലയെ ഡിജിറ്റൽ ടെക്നോളജിയുമായി സമർത്ഥമായി സമന്വയിപ്പിച്ച ഒരു വീട്. ഒരു വീട് അത് നിർമ്മിക്കുന്നയാളുടെ വ്യക്തിത്വത്തെയും താൽപ്പര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ബിൽഡറാണ് സുനിൽകുമാർ. അതനുസരിച്ച് തന്നെ ഇദ്ദേഹം ഒരുക്കിയതാണ് ഈ വീട്. സ്വന്തം ഭവനം എന്ന് പറയുമ്പോൾ അത് നമ്മുടേതായ ആഗ്രഹങ്ങൾ മാത്രം, നമ്മുടേതായ ഇഷ്ടങ്ങൾ മാത്രം പ്രതിഫലിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടായ്മയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ച സമയത്ത് കുറച്ച് ഗ്രീൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും കുറച്ച് കണ്ടംപററി ആയിട്ടുള്ള മോഡേൺ ഇൻറ്റീരിയർ ഡിസൈൻ കൺസെപ്റ്റിലേക്ക് പോകാനുമെല്ലാം ഞാൻ ശ്രമിച്ചത്. ഇത്തരം വീടുകളുടെ നിർമ്മാണത്തിലൂടെ മാത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം പ്രതിഫലിപ്പിക്കുന്ന ഭവനങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. മനോഹരമായൊരു മതിൽക്കെട്ടിനകത്താണ് ഈ വീട്. ഗാർഡന്റെ പച്ചപ്പ്, പടർന്നേറി നിൽക്കുന്ന ഭംഗിയേറിയ മതിൽ, അലങ്കാരവേലകൾ അധികമൊന്നുമില്ലാത്ത ഗേറ്റ്, ഓട്ടോമാറ്റിക് ഓപ്പൺ സിസ്റ്റത്തോടു കൂടിയ ഗേറ്റ് ആയതിനാൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തന്നെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. ഗേറ്റിനപ്പുറം കാർ പോർച്ചോളം നീളുന്ന ടൈൽസ് പാകിയ ഡ്രൈവേക്ക് ഇരുപുറവുമായി മനോഹരമായ ഗാർഡൻ. പ്ലോട്ടിന്റെ പകുതിയിലേറെ സ്ഥലം ലാൻഡ്സ്കേപ്പിനായി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഈ ഗാർഡന്റെ പശ്ചാത്തല ഭംഗിയിലാണ് കേരള സ്റ്റൈൽ റൂഫിംഗ് പാറ്റേൺ അനുസരിച്ച് ഇരുനിലകളിലായി ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. ടെറാക്കോട്ട ടൈൽ നൽകിയ ഈ സ്ലോപ്പിംഗ് റൂഫ് ഇതിന്റെ എക്സ്റ്റീരിയറിന് വളരെയധികം ഭംഗി നൽകുന്നുണ്ട്. ഈ വീടിൻ്റെ ഔട്ടർ എലിവേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കേരളീയ എലിവേഷൻ രീതി തന്നെയാണ്. അതായത് ഒരു സ്ലോപ്പ് റൂഫുകളും ടൈൽ റൂഫുമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ എലിവേഷനാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അനാവശ്യമായിട്ടുള്ള ചില എലമെൻറ്റ്സ് നമ്മൾ കരുതുന്ന പഴയ വീടുകളുടെ സിമ്പിൾസായിട്ട് ചാരുപടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വീടിന്റെ കാർ പോർച്ചിനപ്പുറം നല്ലൊരു പർഗോള ഡിസൈൻ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നുള്ള ചുമരിൽ പഞ്ചഭൂതങ്ങളെ ആലേഖനം ചെയ്ത സിമന്റ് മ്യൂറൽ വർക്കും നൽകിയിരിക്കുന്നു. ഹൃദ്യമായൊരു കാഴ്ചയാണ് ഇത്. കാർ പോർച്ചിനരികിൽ നിന്ന് പടിക്കെട്ടുകൾ നൽകി ഒരു സിറ്റ് ഔട്ട്,
സിറ്റ്ഔട്ടിന്റെ ഒരു ഭാഗം ഒരു എൽ ഷേപ്പ് വരാന്തയായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ജയ്സാൽമീർ ടൈൽസിന്റെ മനോഹാരിതയാണ് സിറ്റ്ഔട്ടിനും വരാന്തയ്ക്കും. സിറ്റ്ഔട്ടിൽ നിന്ന് വീട്ടിലേക്ക് 2 എൻട്രി ഡോറുകളുണ്ട്. ഇതാണ് പ്രധാന വാതിൽ. കർവിംഗ് വർക്കുകൾ ഒട്ടുമില്ലാത്ത ഒരു വുഡൻ ഡോർ. രണ്ടാമത്തെ ഡോർ ഇതാണ്. ബയോമെട്രിക് ആക്സസ് സിസ്റ്റം ഘടിപ്പിച്ച ഒരു വാതിൽ. വിരൽ പതിപ്പിച്ചാൽ മതി, തുറക്കാം, അടയ്ക്കാം. പ്രധാന വാതിൽ തുറക്കുന്നത് ഒരു ഫോയറിലേക്കാണ്. മുന്നിലെ ചുമരിൽ ചെറിയൊരു നീഷ് നൽകിയ ഒരു ഫോയർ. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ വീടിന്റെ നടുത്തളത്തിലെത്താം. വിശാലമായ ഒരു ലിവിംഗ് ഡൈനിങ് ഹാളാണ് ഇത്. വലത്തോട്ട് തിരിഞ്ഞാൽ നല്ല പ്രൈവസിയോടെ ഒരുക്കിയ ഒരു ഫോമൽ ലിവിംഗ് ഏരിയയാണ്. ഫോമൽ ഗസ്റ്റുകൾ വന്നാൽ അവരെ സ്വീകരിച്ചിരുത്താവുന്ന പ്രൗഢമായൊരിടം. വീടിന്റെ മറ്റ് ഉൾമുറികളുമായി ചെറിയൊരകലം സൂക്ഷിക്കുന്നതിനാൽ ഇവിടുത്തെ ഫോമൽ ഗസ്റ്റുകളുടെ സാന്നിധ്യം വീട്ടിലെ കുടുംബാംഗങ്ങളുടെ പ്രൈവസിയെ ബാധിക്കില്ല. ഡിസൈൻ വൈസ് ഈ മുറിക്കുള്ള മെച്ചമാണിത്. വീടിന്റെ സിറ്റ്ഔട്ടിൽ നിന്നുള്ള ഈ രണ്ടാമത്തെ ഡോർ തുറക്കുന്നത് ഒരു ഓഫീസ് മുറിയിലേക്കാണ്. അപ്പാർട്ട്മെന്റ് ബിൽഡറായ ശ്രീ സുനിൽ കുമാറിന് അക്കാര്യങ്ങൾ കൂടി മാനേജ് ചെയ്യാൻ വീട്ടിലൊരുക്കിയ ഒരിടം. കുടുംബാംഗങ്ങളുടെ പ്രൈവസിയെ ബാധിക്കാത്ത ഒരു ഡിസൈനാണ് ഈ മുറിയുടേത്. ഫോമൽ ഡൈനിങ് സ്പേസും ഫാമിലി ലിവിംഗ് സ്പേസും സമന്വയിപ്പിച്ച വലിയൊരു ഹാൾ, ഫാമിലി ഡൈനിങ് ഏരിയ കൂട്ടിയിണക്കിയ ഒരു കിച്ചൺ, 2 കിടപ്പറകൾ, നല്ലൊരു പൂജാമുറി. ഇത്രയുമാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഇതര സൗകര്യങ്ങൾ. കാണുക. ഫോമൽ ഡൈനിങ് ഏരിയയും ഫാമിലി സിറ്റിംഗും സമന്വയിപ്പിച്ച ഇവിടുത്തെ നടുത്തളമാണ് ഇത്. ഡബിൾ ഹൈറ്റ് നൽകിയാണ് ഇതിന്റെ നിർമ്മാണം. ഡൈനിങ് ഏരിയയും ഫാമിലി സിറ്റിംഗ് ഏരിയയും തുറന്നൊരു ഹാളിലാണെങ്കിലും അവയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു നിർമ്മിതിയുണ്ടിവിടെ, ഒരു റെയിൻ കർട്ടൻ. മുകളിലെ അക്വേറിയത്തിൽ നിന്ന് താഴേക്ക് ജലം ഊർന്നു വീഴുന്നത് പോലെ ക്രമീകരിച്ചതാണിത്. ഇന്റീരിയറിന് അഴകേകുന്ന നല്ലൊരു നിർമ്മിതി. മിനിമലിസ്റ്റ് ശൈലിയിലാണ് ഡൈനിങ് ഏരിയയിലെയും ഫാമിലി ലിവിംഗിലെയും ഫർണിഷിംഗ്. അതിനാൽ കൂടുതൽ സ്പേസ് ഫീൽ ചെയ്യും ഇവിടെ. ഫോമൽ ഡൈനിങ് ഏരിയയ്ക്ക് തൊട്ടരികെ ശ്രീകോവിൽ പോലെ ഒരുക്കിയ നല്ലൊരു പൂജാമുറിയുണ്ട്. ഡൈനിങ് സ്പേസിനരികെ തന്നെ പ്രത്യേക മുറിയായി വാഷ് കൗണ്ടറും കോമൺ ടോയ്ലറ്റുമുണ്ട്. ഡൈനിങ് ഏരിയയ്ക്കരികിൽ നിന്ന് ഒരു ഫോയർ വഴിയാണ് കിച്ചണിലേക്കുള്ള എൻട്രി. അരികെയായി ഫാമിലി ഡൈനിങ്ങിനായി നല്ലൊരിടവുമുണ്ട്. യു ഷേപ്പിൽ നിർമ്മിച്ച സ്പേഷ്യസ് ആയ ഒരു മോഡേൺ കിച്ചണാണ് അവിടെ. കൺസീൽഡ് സ്റ്റൈലിൽ സ്റ്റോറേജ് ക്യാബിനുകൾ നൽകിയ ഭംഗിയേറിയ കിച്ചൺ. വാസ്തു നിയമപ്രകാരം വടക്ക് കിഴക്ക് ദിശയിലാണ് കിച്ചന്റെ സ്ഥാനം. ഒരു വർക്കിംഗ് ഏരിയ കൂടി ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീട്ടിൽ ഇനിയുള്ള അടുത്ത സൗകര്യം 2 കിടപ്പറകളാണ്. അതിലൊന്ന് ഇതാണ്. ഇത് രണ്ടാമത്തേതും. ഇപ്പോഴത്തെ ഉപയോഗക്രമമനുസരിച്ച് ഇതിലൊന്ന് ഗസ്റ്റ് ബെഡ്റൂമാണ്. അടുത്തത് മാതാപിതാക്കൾക്കുള്ളത്. വാസ്തു നിയമമനുസരിച്ചാണ് കിടപ്പുമുറികളുടെ സ്ഥാനം. തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എന്നീ ദിശകളിൽ. 2 ഗസ്റ്റ് ബെഡ്റൂമുകളാണ് താഴത്തെ ഫ്ലോറിൽ ഇതിൽ ഉള്ളത്. അതിൽ ആ 2 ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോർ ഏരിയയിൽ തന്നെ പ്രൈവസി കിട്ടാവുന്ന രീതിയിൽ ഒരു ഭാഗത്തേക്ക് മാറ്റിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം മുകളിലത്തെ നിലയിലാണ് മാസ്റ്റർ ബെഡ്റൂമും കിഡ്സ് റൂമും അടുത്തടുത്തായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ കിടപ്പുമുറികളിലൊന്ന് ഇതാണ്. സ്പേഷ്യസ് ആയ മുറി, മിനിമലിസ്റ്റ് ശൈലിയിലുള്ള ഫർണിഷിംഗ്, വാക്ക് ഇൻ വാർഡ്രോബ്, ഡ്രസ്സിംഗ് ഏരിയ, അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ബാത്റൂം. ഇങ്ങനെ സെൽഫ് കണ്ടെയ്നായ ഡിസൈനാണ് ഈ കിടപ്പുമുറിയുടേത്. ഇതാണ് രണ്ടാമത്തെ കിടപ്പറ. ഇതും സ്പേഷ്യസ് ആണ്. സെൽഫ് കണ്ടെയ്ൻ റൂം തന്നെ ഇതും. ഫർണിഷിംഗിലെ
മിതത്വമാണ് ഇവിടുത്തെ മുറികളിലെങ്ങും. കണ്ടംപററി സ്റ്റൈൽ പാറ്റേൺ ഇത് ഈ വീട്ടകങ്ങളെ കൂടുതൽ ഫങ്ഷണലാക്കുന്നു, മുറികൾക്ക് കൂടുതൽ സ്പേസ് ഫീലും നൽകുന്നു. ലൂസായിട്ടുള്ള ഇൻറ്റീരിയർ ഫർണിഷിങ്ങിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രീതി ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും മിനിമം സ്പേസ് എടുക്കുന്ന, ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അപ്സ്റ്റെയർ കാഴ്ചകൾ കാണാം. പൂർണ്ണമായും ഒരു ഫാമിലി സ്പേസാണ് അവിടം. ഫാമിലി ലിവിംഗ് ഏരിയ, ഹോം തിയേറ്റർ ഏരിയ, കിഡ്സ് ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമുമായി 2 കിടപ്പുമുറികൾ എന്നിവയാണ് അവിടുത്തെ സൗകര്യങ്ങൾ. ലാളിത്യമാർന്ന ഒരു നിർമ്മിതിയാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ്. ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുള്ള പടികളും വുഡൻ ഹാൻഡ് റെയിൽസും ചേർന്നുള്ള നിർമ്മിതി. അത് കയറിയെത്തുന്നിടത്ത് ആദ്യം ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ്, അതിനപ്പുറം ലൈബ്രറി സ്പേസ്, പിന്നെ ഒരു ബാർ കൗണ്ടർ. ഇങ്ങനെ ഏറെ ഓപ്പൺ ഫീലുള്ള ഒരു മുകൾ നില. 2 സോഫ സെറ്റുകളും മധ്യത്തിലായി ടീപ്പോയും ക്രമീകരിച്ചതാണ് അപ്പർ ലിവിംഗ് ഏരിയ. അരികിൽ മനോഹരമായ ഒരു അക്വേറിയവും നൽകിയിരിക്കുന്നു. ഇങ്ങനെ യൂസർ ഫ്രണ്ട്ലിയായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ. ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ യഥാർത്ഥത്തിൽ ഈ വീട്ടിലെ അംഗങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു സ്വകാര്യമായിട്ടുള്ള സ്ഥലമാണ്. അതായത് വളരെയധികം പ്രൈവസി ഉള്ളതും അതേസമയം വളരെ സ്പേഷ്യസ് ഫീൽ ഉള്ളതുമായിട്ടുള്ള സ്ഥലമാണ്. അതൊരു റൂഫ് വളരെ പ്ലെയിനായിട്ട് ഒരുപാട് ലെങ്ത്തിൽ കാണുന്നുണ്ട്. ആ റൂമിന് വളരെ വോള്യം അല്ലെങ്കിൽ ഒരു വോക്കം ഫീൽ ചെയ്യുന്നൊരു മുറിയാണത്. ഒരുപാട് സ്പേസ് ഫീൽ ഉള്ളൊരു മുറിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒട്ടും കളർഫുൾ അല്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള കളറുകളുടെ കോമ്പിനേഷൻ മാത്രമാണ് ആ മുറിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ അപ്പർ ലിവിംഗ് ഏരിയയ്ക്ക് അരികിലായിട്ടാണ് കിഡ്സ് ബെഡ്റൂം. സുനിൽ ലത ദമ്പതികളുടെ മക്കൾ ശ്രാവൺ, ശരണ്യ എന്നിവരുടെ മുറി. സ്റ്റഡി കം ബെഡ്റൂമാണ്. അധികം നിറപ്പകിട്ടുകളോ ബഹളങ്ങളോ ഒന്നും ഫീൽ ചെയ്യാത്ത ക്രമീകരണം. മുകൾ നിലയിലെ അടുത്ത കിടപ്പുമുറി ഇതാണ്. മാസ്റ്റർ ബെഡ്റൂമായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ മുറിയാണ്. ലാളിത്യമാർന്ന ഫർണിഷിംഗ് വർക്ക്, വാക്ക് ഇൻ വാർഡ്രോബ് പ്ലസ് ഡ്രസ്സിംഗ് ഏരിയ, സ്പേഷ്യസ് ആയ ബാത്റൂം എന്നിവ ഈ കിടപ്പുമുറിക്കുമുണ്ട്. ഡിജിറ്റൽ ടെക്നോളജി അനുസരിച്ച് നിർമ്മിച്ച നല്ലൊരു ഹോം തിയേറ്റർ കൂടിയുണ്ട് ഇവിടുത്തെ അപ്സ്റ്റെയറിൽ. സാമാന്യം വലിയ സ്ക്രീനിൽ തന്നെ വീഡിയോ ദൃശ്യങ്ങൾ ആസ്വദിക്കാവുന്ന അക്യൂസ്റ്റിക് ആയ ഒരു ഹോം തിയേറ്റർ റൂം. ഡിജിറ്റൽ ഫെസിലിറ്റിയോട് കൂടിയ ഒരു ഹോം തിയേറ്റർ അങ്ങനെ ഒരുക്കിയതാണ് ഈ മുറി. വുഡൻ ഫ്ലോറിംഗ്, അപ്ഹോൾസ്റ്ററി ഫർണിച്ചറുകൾ, വലിയ സ്ക്രീൻ തുടങ്ങിയ പ്രത്യേകതകളുള്ള മുറി. മികച്ച ഒരു തിയേറ്റർ അനുഭവം തന്നെ നൽകുന്നുണ്ട് ഈ ഹോം തിയേറ്റർ. വീടുകളിലേക്ക് ടെക്നോളജി കൊണ്ടുവരാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ദൃശ്യാനുഭവമാണ്. അതായത് നമുക്ക് ഒരു തിയേറ്റർ അനുഭവം, അതായത് ഒരു ഹോം തിയേറ്റർ വീടിനകത്ത്, ഒരു ഡിജിറ്റൽ ഹോം തിയേറ്റർ വീടിനകത്ത് വന്നു കഴിയുമ്പോൾ, അതായത് വീട്ടുകാർക്ക് സ്വകാര്യമായിട്ടിരുന്ന് ടി വി കാണുന്നതിന് അല്ലെങ്കിൽ വീട്ടുകാർക്ക് മാത്രമായിട്ടിരുന്ന് ടി വി കാണുന്നതിനും ഒരു എൻ്റർടൈൻമെൻറ്റ് അനുഭവം കൊടുക്കുന്ന ഒരു മുറി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതിനകത്തൊരു ഹോം തിയേറ്റർ ക്രിയേറ്റ് ചെയ്തത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വളരെയധികം ഉപയോഗപ്പെടുത്തിയ വീടാണിത്. ഓട്ടോമാറ്റിക്കായി തുറക്കാവുന്ന ഗേറ്റ്, സെക്യൂരിറ്റി ക്യാമറ, വൈഫൈ സിസ്റ്റം, ബർഗ്ലർ അലാം തുടങ്ങി നവീനമായ ഒട്ടേറെ സജ്ജീകരണങ്ങൾ. അതാണ് ഈ വീടിനെ ഹൈടെക് ആക്കുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്കിണങ്ങിയ എക്സ്റ്റീരിയർ, അത്ര പെട്ടെന്നൊന്നും പുതുമ മായാത്ത അകമുറി സജ്ജീകരണങ്ങൾ, പിന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നൽകുന്ന സൗകര്യങ്ങളും. അങ്ങനെ പാരമ്പര്യവും നവീനതയും സമന്വയിപ്പിച്ച നല്ലൊരു ഗൃഹനിർമ്മിതിയാണ് ഇത്. പഴയ വാസ്തു പാരമ്പര്യവും പുതിയ കാലത്തെ ടെക്നോളജിയും സമന്വയിപ്പിച്ച് നല്ലൊരു വീട് ഒരുക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ അല്ലേ?